ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നന്നായി പഴുത്ത നേന്ത്രപ്പഴം കൊണ്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും നല്ല അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ 1.5 കപ്പ് അളവിൽ മൈദ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ആണെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഒരു മൈദയിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ലേശം എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കുറച്ച് കറുത്ത എള്ളും വെളുത്ത എള്ളും കൂടെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എള്ളും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് പാകത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ മാവ് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാവ് കുഴച്ചിട്ട് നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നന്നായി പഴുത്ത ഒരു നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കുക. നേന്ത്രപ്പഴം നല്ലപോലെ തന്നെ നമ്മളത് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരവിയതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം അതും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഉടച്ചെടുക്കുന്നുണ്ട്. നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് ചെറിയ ചെറിയ പീസായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ വേഗത്തിൽ എളുപ്പത്തിൽ കുറച്ച് വലിയ പീസായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഇതുപോലെ ഉടയ്ക്കേണ്ടേ വന്നത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം 1/4 കപ്പ് അളവിൽ അവിലും കൂടെ ചേർത്ത് കൊടുക്കുക. വെള്ളയവിലോ മട്ടയവിലോ ഏത് അവിലാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നിങ്ങൾക്ക് എത്രയാണോ ഈ ഒരു ഫില്ലിങ്സ് വേണ്ടത് അതിനനുസരിച്ചിട്ട് വേണം നേന്ത്രപ്പഴത്തിൻ്റെ അളവും തേങ്ങയുടെ അളവൊക്കെ എടുക്കാനായിട്ട്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരിവാറുണ്ടല്ലോ, അത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവിന്ന് മീഡിയം സൈസ് ബോൾസ് മാവാക്കി എടുക്കുക. ലേശം ഒന്ന് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ വേണം പരത്തിയെടുക്കാനായിട്ട് കേട്ടോ. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് അത് നമ്മൾ ഈ ഒരു ഷേപ്പിലായിട്ട് നമുക്ക് മടക്കിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അധികം വട്ടാവാതെ കുറച്ച് നീളത്തിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഒരുപാട് തിക്കാവരുത്, ലേശം ഒരു തിന്നായിട്ട് തന്നെ വേണം കേട്ടോ പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ പകുതിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇത് നമ്മൾ മടക്കിയെടുക്കേണ്ടത് നമ്മൾ സമൂസ ഷീറ്റൊക്കെ എങ്ങനെയാണ് സമൂസയ്ക്ക് മടക്കിയെടുക്കുക അതുപോലെ തന്നെ കേട്ടോ. അപ്പോൾ മടക്കിയെടുക്കുന്ന ഒരു സ്ഥലത്തായിട്ട് കുറച്ച് വെള്ളം ഒന്നിങ്ങനെ നമ്മൾ കയ്യിൽ വിരലിൽ വെള്ളമാക്കി കൊടുത്തിട്ട് ഒന്ന് നനച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതുപോലെ വേണം കേട്ടോ മടക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങളത് 1-2 പ്രാവശ്യമായിട്ട് കണ്ടാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ ഒരുപാട് വെള്ളമാക്കരുത്, നമ്മുടെ വിരലൊന്ന് നനച്ചിട്ട് ആ ഒരു ഭാഗം ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഫില്ലിങ്സ് വെച്ച് കൊടുത്ത് അതിനുശേഷം അതിൻ്റെ ചുറ്റിലായിട്ട് നമ്മൾ ഇതുപോലെ വിരലിൽ ഇങ്ങനെ വെള്ളമാക്കിയിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് വിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ നമ്മൾ എല്ലാ സൈഡും ഒന്ന് ഒപ്പാക്കി കൊടുക്കണം കേട്ടോ. ഒരുപാട് കൈ വെച്ച് ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ ഷേപ്പ് നമുക്ക് കറക്റ്റായി കിട്ടില്ല. അപ്പോൾ വളരെ പതുക്കെയാണ് കേട്ടോ അത് ചെയ്തെടുക്കേണ്ടത്. ഇത് മടക്കിയെടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊന്നും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഒരു വിരൽ മാത്രം നനച്ചിട്ട് വേണം കേട്ടോ ഒരു സൈഡായിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാനായിട്ട്. നമ്മുടെ കയ്യിൽ മൊത്തത്തിലാക്കി കഴിഞ്ഞാൽ നമ്മളിത് മടക്കിയെടുക്കുന്ന സമയത്ത് ഇതും നമ്മുടെ വിരലും ഒക്കെ തമ്മിൽ മൊത്തത്തിൽ ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടില്ല. അപ്പോൾ ഈ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീണ്ടും ഒന്നുകൂടെ ഞാൻ കാണിച്ചത്. ഇതുപോലെ വേണം ആക്കിയെടുക്കാനായിട്ട്. അങ്ങനെ ഞാനിവിടെ ഒരു 4-5 എണ്ണം ഇതുപോലെ ആക്കിയെടുത്ത ശേഷം ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം. ചൂടായ എണ്ണയിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക കേട്ടോ, ഒന്ന് മീഡിയത്തിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുപോലെ തന്നെ എണ്ണ നന്നായിട്ടും ചൂടായിട്ടുണ്ടാവണം. എന്നിട്ട് ഇത് നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒറ്റ പ്രാവശ്യം തന്നെ ഒരു 4-5 എണ്ണം ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കളറൊന്ന് മാറി വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. പോലെ മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം കേട്ടോ. കേക്ക് നല്ല ക്രിസ്പിയാണ് കേട്ടോ. നമുക്ക് ചൂടോടെ കേക്ക് നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് കേട്ടോ ഉള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്സും ഒക്കെ കേക്ക് അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഒരു സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മുടെ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് നമ്മുടെ വീട്ടുകളിൽ വിരുന്നുകാരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കും കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.